അല്ല സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം മൈത്രേനെ ഒരു ട്രോൾ ഒന്ന് കണ്ടു. അതായത് മൈത്രേനെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പുരുഷന്മാരായ കൊന്തന്മാരുടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ജോലികളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു ആവശ്യം വേണ്ട. എന്നാലും അതല്ലല്ലോ. പക്ഷെ ഈ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ഈ പറയുന്ന പുരുഷന്മാരാണ് അവിടെ അധികം ഉണ്ടായിരുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിലേക്ക് സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് കായികമായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാർക്കല്ലേ. അപ്പൊ പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമില്ലേ? ഇല്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. സ്ത്രീകൾക്ക് മരത്തെ കയറാൻ കഴിവില്ലാത്തവരാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ലോകത്തെ സർക്കസ് മുഴുവൻ കളിക്കുന്നവരല്ലേ. അപ്പൊ കയറാൻ പറ്റാത്ത കഴിയില്ലല്ലോ. ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം ജീവിതത്തിനകത്ത് ചെയ്യാൻ പറ്റാത്തതായിട്ട് മറ്റൊന്നുമില്ല. ചെയ്യാൻ അനുവദിക്കാതാണ് നമ്മൾ ഈ അടക്കവും ഒതുക്കമുള്ള പെണ്ണുങ്ങളെ ഉണ്ടാക്കുക. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ആണായാലും പെണ്ണായാലും പരിശീലനം കൊടുക്കാതെ പറ്റില്ല. ആണുങ്ങൾക്ക് ആകെയുള്ള വ്യത്യാസം എന്താണ്? ബലമുണ്ട്. ഭാരം പൊക്കുന്നിടത്ത് മാത്രമാണ് വ്യത്യാസം. അല്ലാതെ ഒരു സ്ത്രീക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിനുള്ള സകലതും ചെയ്യാനുള്ള കഴിവുള്ളത്. അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ ഇന്ത്യയിൽ ഇത്തവണ എന്തെങ്കിലും ഒരു മെഡൽ മേടിച്ചിട്ടുള്ളത് പെണ്ണുങ്ങളല്ലേ? പുരുഷന്മാരില്ലേ? ഉണ്ട്. പുരുഷന്മാർ ഇത്രയും കോന്തന്മാർ ഈ നാട്ടിലുണ്ടായിട്ട് എന്തുണ്ടായി? നിങ്ങൾ അതിര് കിടക്കുന്നു. കാണുന്ന പുരുഷനെയും സ്ത്രീയെയും നമ്മൾ നിർമ്മിക്കുന്നത് വഴി ഉണ്ടാകുന്ന വെള്ളത്തിൽ പോയി മുങ്ങിച്ചാകുന്ന മുഴുവൻ ആമ്പിള്ളേരാണല്ലോ. അപ്പൊ അവർ നീന്തി രക്ഷപ്പെടണ്ടേ? പക്ഷെ എല്ലാവരും നീന്തൽ. അപ്പൊ അത് തന്നെയാണ് പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. പെണ്ണുങ്ങളെ ഒരിക്കലും ഒന്നും പഠിപ്പിക്കാൻ അനുവദിക്കാത്തതാണ് ഈ സമൂഹം. പഠിച്ചവരെവിടെ പോയപ്പോ? പഠിച്ചവരെ അവരെ ആരാണ് പഠിപ്പിച്ചത്? അല്ല, ഞാൻ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും പഠിക്കാത്തവർ തന്നെയാണ്. എല്ലാ സ്ത്രീകളും 100%. ഒരാൾ പോലും ഇല്ല. ചളിയാടോ. യോജിക്കുന്നില്ല മൈത്ര. 1% വേണ്ട. ഞാൻ പറഞ്ഞ അങ്ങനെ 1% യുക്തി ഒന്നും അല്ലത്. അല്ല, ഞാൻ പറയാം മൈത്രേൻ, തനിക്ക് നീന്തൽ അറിയത്തില്ലേ? അറിയാം. തനിക്ക് മരത്തെ കയറാൻ അറിയത്തില്ല? അറിയാം. ഒരാളെ രക്ഷിക്കാൻ അറിയില്ല? അറിയാം. ഞാൻ എന്താണ് വയനാട്ടിൽ പോകാൻ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നമ്മുടെ ടീം അവിടെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ചർച്ച വേണ്ട. അടിപൊളി.